ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. വികസിത ഭാരതത്തിന് ഭാവി കേന്ദ്രീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക സമാധാനത്തിന് ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഹിരോഷിമ ദിനം. കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഹിരോഷിമ നാഗസാക്കി അണുബോംബാക്രമണത്തിന് ഇരയായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ലോക്സഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ശ്രമിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ നേരിട്ട് വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ബഹളം തുടർന്നതോടെയാണ് സഭ 2 മണിവരെ നിർത്തിവെക്കാൻ സ്പീക്കർ ഓം ബിർള ഉത്തരവിട്ടത്. माननीय सदस्यगण, मैं आपसे पुनः आग्रह करता हूं कि देश संसद को चर्चा संवाद के रूप में देखना चाहता है. आप प्रश्नकाल महत्वपूर्ण समय होता है. देश की जनता प्रश्नकाल में आपके प्रश्नों और सरकार के जवाबों को सुनना चाहती है. इसलिए मेरा आप लोगों से आग्रह है कि आप अपनी अपनी सीट पर विराजें. मैं सदन की कार्रवाई को चलाना चाहता हूं. 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ നടപടികൾ 2:15 വരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ. ഇതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ കഴിയും. എല്ലാ രൂപത്തിലുമുള്ള മനുഷ്യ ശുചീകരണ പ്രവൃത്തികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6-നാണ് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബാക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനുമാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15-ന് മുൻപായി MyGov പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ സുഷമ സ്വരാജിനെ അനുസ്മരിച്ചു. 2014 മുതൽ 2019 വരെ കേന്ദ്രമന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല സുഷമ സ്വരാജ് വഹിച്ചിരുന്നു. 2019 ഓഗസ്റ്റ് 6-ന് ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. വിദേശകാര്യ മന്ത്രാലയത്തെ സാധാരണക്കാരിലേക്ക് അടുപ്പിച്ച സുഷമ സ്വരാജിന് 2020 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അസമിലെ പ്രളയക്കെടുതികൾ കേന്ദ്രമന്ത്രി JP നഡ്ഡ അവലോകനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും അസമിനുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച അസം നാഗാലാൻഡ് അതിർത്തിയിലെ ശിവസാഗർ ജില്ലയിലെ മഴക്കെടുതികൾ ശ്രീ JP നഡ്ഡ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
അമേരിക്കയിലെ യുജീനിയിൽ നടക്കുന്ന ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ആശിഷ് യാദവ്, ടി ധരണീധരൻ എന്നിവരും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ അമാനത്ത് കാംബോജുമാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ വ്യാപാര സുരക്ഷ ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ സംഘർഷങ്ങൾക്കിടയിലും ചരക്ക് കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകുന്നതായി സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും 60 ചരക്ക് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതിനു പുറമെ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടന്ന 3972 ഇന്ത്യൻ നാവികരെ വിജയകരമായി നാട്ടിലെത്തിക്കാനും സാധിച്ചതായും സർക്കാർ വ്യക്തമാക്കി. പ്രതിസന്ധിക്കിടയിൽ ഇന്ത്യ നടത്തിയ ശക്തമായ സമുദ്ര സുരക്ഷാ ഇടപെടലുകളുടെ തെളിവാണ് ഈ നടപടികൾ. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ വ്യക്തമാക്കി. ഈ ആഴ്ച തന്നെ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കുമേലുള്ള ഉപരോധം US പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ഒഡീഷ, മഹാരാഷ്ട്ര, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്ത മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹരിയാന, ചണ്ഡീഗഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ പമ്പ, അച്ചൻകോവിൽ നദികളുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് അറിയിച്ചു. കേരളത്തിലെ പോലീസ് സംവിധാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായി മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാറിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആ സ്റ്റേഷനിലെ SHOയുടെ ചുമതല ഡിവൈഎസ്പിക്ക് തന്നെയായിരിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയ റെയിൽവേ ഈ മാസം 12 മുതൽ പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഈ മാസം 25 വൈകിട്ട് 4:30 ഹുബളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിൻ കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10:30 പുറപ്പെടും. സെപ്റ്റംബർ ആദ്യ വാരം വരെ പ്രത്യേക സർവീസുകളും ഉണ്ടാകും. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥിന്റെയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെയും സേവന കാലാവധി 1 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള നിയമന സമിതിയാണ് ഇതിന് അംഗീകാരം നൽകിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 246 പോയിന്റ് ഉയർന്ന് 78,826-ലും നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 24,649-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 2,120 രൂപ വർദ്ധിച്ച് 1,09,800 രൂപയും ഗ്രാമിന് 13,725 രൂപയുമാണ് ഇന്നത്തെ വില. എയ്ഡൻ ഉൾക്കടലിൽ സൗദിയുടെ എണ്ണക്കപ്പലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിഭാഗം അറിയിച്ചു. വടക്കൻ ചെങ്കടലിലെ ആക്രമണത്തിന് പിന്നാലെ നടന്ന നീക്കത്തെ തുടർന്ന് കപ്പൽ തിരിച്ചുവിടാൻ നിർബന്ധിതമായി. യമനുമേലുള്ള ഉപരോധം മാറ്റം വരെ സൗദി കപ്പലുകൾ തടയുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. പാക് അധീന കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ബ്രിട്ടനിലെ കശ്മീരി പ്രവാസികൾ ബ്രാഡ്ഫോർഡിൽ പ്രതിഷേധ റാലി നടത്തി. സുരക്ഷാ സേനയുടെ കടുത്ത അടിച്ചമർത്തലിലും റെയ്ഡുകളിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്നതായി റാലിയിൽ പങ്കെടുത്തവർ ആരോപിച്ചു. ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും മൌലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. സ്ലൊവാക്യയിൽ 41.4 ഡിഗ്രി സെൽഷ്യസ്, ഓസ്ട്രിയയിൽ 41.2 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെ സർവകാല റെക്കോർഡ് താപനില രേഖപ്പെടുത്തിക്കൊണ്ട് മധ്യ യൂറോപ്പിൽ കടുത്ത ഉഷ്ണതരംഗം തുടരുന്നു. ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി എന്നിവിടങ്ങളിലും ചൂട് രൂക്ഷമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. വികസിത ഭാരതത്തിന് ഭാവി കേന്ദ്രീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക സമാധാനത്തിന് ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഹിരോഷിമ ദിനം. കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.